ഹലോ ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം ഞാൻ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വരുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജിലേബിയാണ് നമ്മൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മധുര പലഹാരമാണ്. എല്ലാ അവസരത്തിലും എല്ലായിടത്തും ഒരുപോലെ സർവ്വസമ്മതനായ ജിലേബി എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഒരു ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ചസാര പാനി എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മൾ അത് നൂൽപ്പരുവാകുന്നതിന് മുമ്പായി തന്നെ അത് ശരിക്കും ലിക്വിഡ് ഫോമിൽ തന്നെ അത് കിട്ടണം. ഒരു കപ്പ് പഞ്ചസാര, അതിനകത്തേക്ക് അത്രയും അടുത്ത അളവിൽ തന്നെ വെള്ളം ചേർത്തിട്ട് അതിനെ നമ്മൾ പതുക്കെ കുറുക്കിയെടുക്കുക. അത് ഒരിക്കലും നൂൽപ്പരുവാകരുത്. ആ ഒരു ഇതിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ജിലേബിക്ക് ആവശ്യമായ ഫ്ലേവർ കൊടുക്കുന്നതിന് റോസ് വാട്ടർ ഒരു 3-4 ഡ്രോപ്പ് റോസ് വാട്ടർ അതിന് കൊടുത്ത് ആഡ് ചെയ്യാം. ജിലേബിയുടെ കളർ നൽകുന്നതിനാണ് ഓറഞ്ച് റെഡ് കളർ. നമുക്ക് ഒരു 3-4 പിഞ്ച് കളർ നമുക്ക് അതിന് കൂടുതൽ ആഡ് ചെയ്യാം. എന്നിട്ട് അത് ഈ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അത് സെറ്റാക്കി എടുക്കാം. അങ്ങനെ സെറ്റാക്കി എടുത്ത സമയത്ത് നമ്മളതിനെ ഒരു നമ്മൾ പറഞ്ഞ രീതിയിൽ, അതായത് അത് നൂൽപ്പരും എത്തുന്നതിന് മുമ്പേ തന്നെ വാങ്ങി വയ്ക്കുക. അപ്പം നമ്മൾ അതുവരെ അതിനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക, റെഗുലറായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അറിയാനായിട്ടാണ്. അതിൻ്റെ അടുത്ത് മാറുമൊന്നും ചെയ്യരുത്, വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. എന്നിട്ടത് നമ്മൾ മാറ്റി വെച്ച് എന്നിട്ട് വേറൊരു പാൻ എടുത്തു. ഇനി നമ്മൾ ഫ്രൈയിങ് ആണ് ചെയ്യുന്നത്. ആ പാനിൽ നമ്മൾ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത വെളിച്ചെണ്ണ പോലത്തെ അല്ലാത്ത ഏതെങ്കിലും, ഇപ്പോൾ നമ്മളിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആ ഓയിൽ അതിൻ്റെ കൂട്ടത്തിൽ അതിൽ ഒഴിച്ച് നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യുക. നമ്മൾ ഈ ജിലേബിയുടെ ബാറ്റർ എന്ന് പറയുന്നത് ഉഴുന്ന് മാവാണ്. ഉഴുന്ന് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ഉഴുന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് മാവ് പരുവത്തിൽ, അതായത് റിബണിൻ്റെ അടുത്ത ഒരു പരുവത്തിൽ, അതായത് നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അത് മുറിയാതെ വീഴുന്ന പരുവത്തിൽ, എന്നാൽ വെള്ളമല്ല, അങ്ങനെയുള്ള പരുവത്തിൽ അതിനെ അരച്ചെടുത്ത അതിന് സംഗതി കുറച്ച് നേരം തുറന്ന അന്തരീക്ഷത്തിൽ വെച്ചാൽ അത് ആവും. അതിനകത്തേക്ക് കൽക്കണ്ടം ഫ്ലേക്സ് ആക്കിയത് നമുക്ക് ചതുരൻ രൂപത്തിൽ വാങ്ങിക്കാൻ കിട്ടും, ഫ്ലേക്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള കൽക്കണ്ടം മിക്സ് ചെയ്ത സംഗതി നമ്മളൊരു പൈപ്പിംഗ് ബാഗിലാക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോർഡിലാക്കിയിട്ട് അതിൻ്റെ മോര് കട്ട് ചെയ്തിട്ടായാലും പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ അതിൻ്റെ അടിയിൽ 2 ബേസ് ഒരു ഫ്രെയിമായിട്ട് അതിൽ റൗണ്ടായിട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ ഫ്ലവറായിട്ട് അതിൻ്റെ മുകളിൽ ചെയ്തെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തുന്ന പരുവത്തിലേക്ക് നമ്മളത് ചെയ്തെടുക്കുക. ഈ ഗോൾഡൻ ബ്രൗണിൽ നമ്മൾ അതിൻ്റെ വശം തിരിച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കാരണം 2 വശം ഒരേപോലെ വെന്ത് വരണം. കാരണം പ്രത്യേകിച്ച് ഉഴുന്ന് മാവാണ്, അതിന് ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാനാണ് കൃത്യമായി 2 വശവും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറയുന്നത്. നമ്മളത് ചെയ്തെടുത്ത ശേഷം അതിനെ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും കൊണ്ട് വിരിച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഓയിൽ ചോർന്ന് പോകാവുന്ന രീതിയിൽ അത് വയ്ക്കുക. എന്നിട്ട് അതിന് കുറച്ച് നേരം അങ്ങനെ വെച്ച ശേഷം നമ്മുടെ ഇത് ഇങ്ങനെ ഈ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ പേപ്പർ അതിൻ്റെ ഓയിലിനെ അബ്സോർബ് ചെയ്യും. അതിനെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പിലേക്ക് പനീറും ഇതും എല്ലാം കളറും എല്ലാം ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പിൽ മുങ്ങി വരാവുന്ന രീതിയിൽ അത് അതിൻ്റെ മുകളിൽ കയ്യിലോ എന്തെങ്കിലും കനമുള്ള സംഗതി കയറ്റി വെച്ച് അത് മുങ്ങിയിരിക്കാവുന്ന രീതിയിൽ ഏകദേശം 1-2 മണിക്കൂർ നമ്മളതിനെ വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഈ പഞ്ചസാര ലായനി കിട്ടി. അപ്പോഴാണ് ഇതിന് മധുരം ഉണ്ടാകുന്നത്. ആ മധുരത്തിലേക്ക് അതെത്തും. അങ്ങനെ നമ്മളിത് വെച്ച ശേഷം അതിനെ എടുത്ത് ഒരുക്കിയിട്ടുള്ള പ്ലേറ്റിലേക്കോ താലത്തിലേക്കോ മാറ്റി വയ്ക്കുക. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത് ഉപയോഗിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.